അധ്യായം. സോ 9 മുതലുള്ള വചനമാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റഡിയിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ആക്ച്വലി 9-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരല്ല. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല എന്ന കാര്യം. So, however, you are not in the flesh, but in the spirit. If in fact the Spirit of God lives in you, but if anyone does not have the Spirit of Christ, he does not belong to him. പ്രധാനമായിട്ട് ഈ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 2 കാര്യങ്ങളാണ് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഒന്നാമതായിട്ട്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവർ. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സ്വഭാവത്തിൽ വ്യത്യാസം വരും. രണ്ടാമതായിട്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ക്രിസ്തുവിലുള്ളവരാണ്, അല്ലെങ്കിൽ അല്ലെന്നാണ്. See, these Roman Christians had opened themselves to the Holy Spirit. പരിശുദ്ധാത്മാവിന് തങ്ങളെ തന്നെ തുറന്നു കൊടുത്തവരാണ് ഈ റോമ പട്ടണത്തിൽ പാർത്തിരുന്ന ക്രിസ്ത്യാനികൾ. അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചു, പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു, പരിശുദ്ധാത്മാവിനെ അവർ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ഈ റോമ പട്ടണത്തിൽ പാർത്ത ഈ ക്രിസ്ത്യാനികളുണ്ടല്ലോ, ഇവരെ നമ്മൾ ഗലാത്യ പട്ടണത്തിൽ പാർത്ത ക്രിസ്ത്യാനികളോട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ റോമൻ ക്രിസ്ത്യൻസിനും ഗലേഷ്യൻ ക്രിസ്ത്യൻസിനും എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഗലാത്യ പട്ടണത്തിൽ പാർത്തിരുന്ന ക്രിസ്ത്യാനികൾ വലിയ അപകടത്തിലായിരുന്നു. എന്നാൽ റോമ പട്ടണത്തിൽ പാർത്തിരുന്ന ക്രിസ്ത്യാനികൾ അങ്ങനെ അല്ലായിരുന്നു. എന്താണ് വലിയ അപകടം എന്ന് ചോദിച്ചാൽ, അതായത് ഈ ഗലാത്യ ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവര് തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ, അവരുടെ ആത്മീക ജീവിതത്തെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് രക്ഷയുടെ അനുഭവത്തിൽ ആ രക്ഷയുടെ ജീവിതം ആരംഭിച്ചത് തന്നെ പരിശുദ്ധാത്മാവിലാണ്, പരിശുദ്ധാത്മാവിൽ കൂടിയാണ് അവരുടെ ക്രിസ്തീയ ജീവിതം അവർ ആരംഭിച്ചത്. എന്നാൽ സ്ലോലി എന്താ സംഭവിച്ചത്? ഓരോ മാസവും ഓരോ വർഷവും ഇങ്ങനെ പോകുമ്പോൾ അവര് പരിശുദ്ധാത്മാവിൽ ആരംഭിച്ച ആ ക്രിസ്തീയ ജീവിതം ജഡത്തിന്റെ പ്രവർത്തികളിലൂടെ, ജഡത്തിന്റെ ക്രിയകളിലൂടെ പരിപൂർണതയിലേക്ക് അവർ എത്തിക്കാനാണ് അവർ ആഗ്രഹിച്ചത്, ശ്രമിച്ചത്. അതായത് Galatian Christians have begun their Christian life in the Holy Spirit, but they thought that they could make it perfect by the flesh, by the
ഡിസ്കണക്ട് ആയതിന്റെ കാര്യം പറയാം. എന്റെ വോയിസ് കേൾക്കാവോ? കേക്കാച്ചാ. യെസ്, സോറി. ഇപ്പൊ ഞാൻ ഇവിടെ പ്രസ്താവിച്ചുകൊണ്ടിരുന്നത് ഗലാത്യ ക്രിസ്ത്യാനികൾക്കും റോമർ പട്ടണത്തിൽ പാർത്തിരുന്ന ക്രിസ്ത്യാനികൾക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. റോമ പട്ടണത്തിൽ പാർത്തിരുന്ന ക്രിസ്ത്യാനികൾ കംപ്ലീറ്റ്ലി ദേ സറണ്ടർ ടു ദി ഹോളി സ്പിരിറ്റ്. എന്നാൽ ഗലാത്യ പട്ടണത്തിൽ പാർത്തിരുന്ന ക്രിസ്ത്യാനികൾ അവരുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ടാണ്, പരിശുദ്ധാത്മാവിന്റെ ഫലത്തിലാണ്. പരിശുദ്ധാത്മാവ് കാണിച്ച വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആരംഭിച്ചത്. എന്നാൽ പെതുക്കെ അവര് ആ ഇതിൽ നിന്ന് സൈഡ് ട്രാക്ക് ആയിപ്പോയി, മാറിപ്പോയി, ആ വഴിയിൽ നിന്ന് മാറി. സോ അവര് തങ്ങളുടെ ക്രിസ്തീയ ജീവിതം പരിപൂർണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ചത് ജഡത്തിന്റെ, ശരീരത്തിന്റെ, ഇല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ നല്ല പ്രവർത്തികളിൽ കൂടിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:6 നമ്മൾ വായിക്കുമ്പോൾ 1:6 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്നാണ്. I am astonished that you are so quickly deserting that one who called you to live in the grace of Christ and are turning to a different gospel എന്നാണ്. അപ്പൊ ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, യു ആർ നോട്ട് അണ്ടർ ദ ഗോസ്പൽ, യു ആർ ട്രൈങ് ടു ബി അണ്ടർ എ ഡിഫറെന്റ് ഗോസ്പൽ എന്നാണ്. സോ ക്രിസ്തയേശുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ, ഇത്ര ഫാസ്റ്റായിട്ട് നിങ്ങൾ വേറെ ഒരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. കാരണം വേറെ ഒരു സുവിശേഷം, ദ ഗോസ്പൽ, ദ ഒറിജിനൽ ഗോസ്പൽ ഉണ്ട്, ഒറിജിനൽ സുവിശേഷവും ഉണ്ട്, വേറൊരു സുവിശേഷവും ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദ മെജോറിറ്റി ക്രിസ്ത്യൻസ് ആർ ഫോളോവിങ് എ ഡിഫറെന്റ് ഗോസ്പൽ, നോട്ട് ദ ഒറിജിനൽ ഗോസ്പൽ. അതുകൊണ്ടാണ് അവര് ആ ഒറിജിനൽ ഗോസ്പൽ അവര് വിശ്വസിക്കാത്തത് കൊണ്ട്, ഫോളോ ചെയ്യാത്തത് കൊണ്ട് still they are defeated by sin in their personal life. അവിടെയാണ് പ്രശ്നം. They are following a different gospel, a easy gospel, deceptive gospel. നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം 1-ാം വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ഈ ഗലാത്യ ക്രിസ്ത്യാനികളോട് പറയുന്നത്,
ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. കണ്ടോ, അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ എന്നാണ് ചോദിക്കുന്നത്. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓ യു ഫൂളിഷ് ആൻഡ് തോട്ട്ലെസ് ആൻഡ് സൂപ്പർഫിഷ്യൽ ഗലേഷ്യൻസ്, who has bewitched you, to whom right before your very eyes Jesus Christ was publicly portrayed as crucified. അപ്പൊ നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ ക്രൂശിൽ തൂങ്ങി മരിച്ച യേശു ക്രിസ്തുവിനെ വളരെ ക്ലിയർ ആയിട്ട് വരച്ചു കാട്ടി അത് നിങ്ങൾ കണ്ട്, എന്നിട്ടും നിങ്ങളെ മയക്കിയത് ആരാണ്, നിങ്ങളെ ക്ഷുദ്രം ചെയ്തത് ആരാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ചോദ്യം. മൂന്നാം വചനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ഈ ഗലാത്യ ക്രിസ്ത്യാനികളോട് പറയുന്ന ഒരു വാക്ക്, മൂന്നാം വചനത്തിൽ, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത്. Question mark. Are you so foolish and senseless? Having begun with the Spirit, you are now being perfected and reaching spiritual maturity by the flesh. അവിടെയാണ് പ്രശ്നം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അനേകർ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നുണ്ട്. എന്നാൽ how they are ending, how they are carrying that life, അതാണ് വിഷയം ഇവിടെ. അതുകൊണ്ട് ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 11-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം, ഗലാത്യർ 3:11. എന്നാൽ ഞാൻ പടൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാവോ? ഓ മൈ സോറി. കാണാൻ പറ്റുമോ? കാണാം. 11-ാം വാക്യം നമ്മള് 3:11 വരുമ്പോൾ അവിടെ പറയുന്നത്, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. Now it is clear that no one is justified before God by the law, for the righteous shall live by faith in. Actually ഇവിടെ ലോ, ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? The deeds of the law or good works of the law. പ്രവർത്തികളാണ്. പ്രവർത്തികളിൽ കൂടി ദൈവസന്നിധിയിൽ നീതിമാന്മാർ ആകാൻ വേണ്ടി, പ്രവർത്തികളിൽ കൂടി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ വേണ്ടി, പ്രവർത്തികളിൽ കൂടിയ പുതിയ സൃഷ്ടികൾ ആകാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഫോർ എക്സാമ്പിൾ, സർക്കംസിഷൻ. എന്താണ്? പരിച്ഛേദനം ഒരു എക്സാമ്പിൾ. അങ്ങനെയാണ് ഈ ഗലാത്യ ക്രിസ്ത്യാനികൾ സമ്പൂർണമായിട്ട് ദൈവത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള സുവിശേഷത്തിൽ നിന്ന്, ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അവർ സമ്പൂർണമായിട്ട് മാറിയത്. ഇന്നും നമ്മളും ആ സെയിം മിസ്റ്റേക്ക് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സോ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 9-ാം വചനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ഒന്നാമതായിട്ട് ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരാണ്. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല, ക്രിസ്തുവിനുള്ളവൻ അല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രസ്താവിച്ചുകൊണ്ട്. സോ അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആണ് പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നെ തുറന്നു കൊടുക്കണം, പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ വരണം, നമ്മുടെ ശരീരം വരണം, പ്രധാനമായിട്ടും നമ്മുടെ മൈൻഡ് വരണം. So our mind should be controlled by the Holy Spirit. So അല്ലെങ്കിൽ നമുക്ക് ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. This is the mistake so many people make. Having begun in the spirit, they think that they become or made perfect by their good deeds or by their flesh. But that is not possible. പലരും ചെയ്യുന്ന തെറ്റാണ് ഇത്. പരിശുദ്ധാത്മാവിനാൽ ആരംഭിച്ചിട്ട് ജഡത്താൽ, ജഡത്തിന്റെ പ്രവൃത്തികളാൽ ഞങ്ങൾ പരിപൂർണതയിലേക്ക് എത്തും, പരിപൂർണരാകും എന്ന് കരുതുന്നത്. സോ പക്ഷേ അത് ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിതാവായ ദൈവം ഇപ്പോൾ നമ്മെ സഹായിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സോ അതാണ് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാം അധ്യായം നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ കണ്ടത്. സോ ഇവിടെ യു ആർ നോട്ട് ഇൻ ദ ഫ്ലെഷ്, he says to the Roman Christians, but you are in the spirit if the spirit of God dwells in you. അപ്പോസ്തലനായ പൗലോസ് എന്താണ് റോമ പട്ടണത്തിൽ പാർക്കുന്ന ക്രിസ്ത്യാനികളോട്, വിശ്വാസികളോട് പറയുന്നത്? നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മാവിലാണ്, നിങ്ങളുടെ ജഡസ്വഭാവത്തിനല്ല. ജഡസ്വഭാവമുള്ളവരല്ല, പരിശുദ്ധാത്മാവിനെ ഉള്ളവർ, ആത്മാവിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. In spirit you are living. You are leading a spiritual life, not a worldly life. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും, നമ്മുടെ ജഡസ്വഭാവം മാറും, ആത്മസ്വഭാവത്തിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷനും. സോ അതാണ് ശരിക്കും പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ തെളിവ്. പലരും പറയുന്നു പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കും, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അവർ പ്രൊഫസി പറയും എന്നുള്ളത്. ആക്ച്വലി പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ വിശുദ്ധിയിലാണ് വളരുന്നത്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ജഡസ്വഭാവം നമ്മളിൽ നിന്ന് മാറും, ആത്മസ്വഭാവം, വിശുദ്ധാത്മാവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വരും. If you open yourself to the Holy Spirit, you allow the Holy Spirit to dwell in you and control your life, then you are not in the flesh anymore. നിങ്ങൾ പരിശുദ്ധാത്മാവിനു നിങ്ങളെ തന്നെ തുറന്നു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരും, നിങ്ങളുടെ ഉള്ളിൽ അവൻ വസിക്കും, പരിശുദ്ധാത്മാവ് വസിക്കും. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ജീവിതത്തെ നിയന്ത്രിക്കും. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ തോട്ട് പ്രോസസ്സിനെ നിയന്ത്രിക്കും, തിങ്കിങ് പ്രോസസ്സിനെ നിയന്ത്രിക്കും, അദ്ദേഹത്തിന്റെ വാക്കുകളെ നിയന്ത്രിക്കും, പ്രവർത്തികളെ നിയന്ത്രിക്കും. സോ എന്നാൽ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കണം. നമ്മളെ തന്നെ തുറന്നു കൊടുക്കും, നമ്മൾ അനുവദിക്കണം. പരിശുദ്ധാത്മാവെ എന്റെ ഉള്ളിൽ വരണം, എന്നിൽ വസിക്കണം, കർത്താവെ എന്നെ നിയന്ത്രിക്കണം, എന്റെ മൈൻഡിനെ നിയന്ത്രിക്കണം.
എന്റെ ആത്മാവിനെ നീ നിയന്ത്രിക്കണം. എന്റെ ഹൃദയത്തിന്റെ ആലോചനകളെ, നിരൂപണങ്ങളെ നീ നിയന്ത്രിക്കണം. കർത്താവെ, നീ ഇന്നു മുതൽ എന്റെ യജമാനനായിരിക്കണം. സോ ആ ഒരു ബന്ധത്തിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഹോളി സ്പിരിറ്റ് വിൽ ഗ്രാജുവലി he will take control. സോ അതുകൊണ്ടാണ്. സോ പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ജഡത്തിലല്ല, ജഡത്തിന് വേണ്ടി ജീവിക്കുന്നവർ, ജഡത്തിലുള്ളവരല്ല, ആത്മാവിലുള്ളവരാണ്. Yes, you have a flesh, but you are not controlled by the flesh. അപ്പോ നിങ്ങള് ആത്മാവിലുള്ളവരാണ്, ജഡത്തിലുള്ളവരല്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മുടെ ജഡമില്ലാതെ പോകുമോ? നമ്മുടെ ജഡം അവിടെ ഉണ്ട്. അപ്പൊ ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ശരീരമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, യു ഹാവ് എ ഫ്ലെഷ് ബട്ട് യു ആർ നോട്ട് കൺട്രോൾഡ് ബൈ ദ ഫ്ലെഷ്. അപ്പൊ നമുക്കൊരു ശരീരമുണ്ട്, എന്നാൽ ഇതുവരെ ഈ ശരീരം എന്നെ കൺട്രോൾ ചെയ്തതുപോലെ ഒരു മാസ്റ്ററായിട്ട്, ഒരു യജമാനനായിട്ട് ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ കൺട്രോൾ വിൽ ബി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. സോ നമുക്കൊരു ജഡമുണ്ട്, നിങ്ങൾക്കൊരു ജഡമുണ്ട്, എന്നാൽ നിങ്ങൾ ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് അതിന്റെ അർത്ഥം എന്ന്. ജഡം നമ്മെ വിട്ടിട്ട് എങ്ങും പോകുന്നില്ല. Till we die, we have to be with this flesh and we have to live in this flesh. So, എന്നാൽ കൺട്രോളിംഗ് കപ്പാസിറ്റി മാറും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. Otherwise, if we come under the law of the Holy Spirit, or if we come under the law of grace, the sin will not rule over us. Then Apostle, you are controlled by this new nature given by the Holy Spirit. See, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, he will give a new nature, not the old nature. സോ അതുകൊണ്ടാണ്, സോ ആരെങ്കിലും ക്രിസ്തുവിൽ ആയാൽ അവന് പുതിയ സൃഷ്ടി. The one who is in Christ is a new creation. കാരണം എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് അവനെ പുതിയ സൃഷ്ടിയാക്കും. അവനെ പുതിയ ഒരു സ്വഭാവം, പുതിയ ഒരു നേച്ചർ, പുതിയ ഒരു ലൈഫ് സ്റ്റൈൽ, പുതിയ ഒരു തിങ്കിങ് പ്രോസസ് അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു സ്വഭാവം നൽകും. ആ പുതിയ സ്വഭാവത്തിലാണ് നിങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്. പഴയ മനുഷ്യനല്ല, പഴയ സ്വഭാവം, പഴയ ഓൾഡ് സെൽഫ് അല്ല. He comes inside you, prompting you all the time what is right and prompting to avoid what is wrong. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് എപ്പോഴും ശരിയായത് എന്താണ് എന്നുള്ളത് കാണിച്ചു തരും. ശരിയായിട്ടുള്ളത് എന്താണ്, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, ഏതാണ് സത്യം, സോ എന്നുള്ളത് കാണിച്ചു തരും. സോ ഈ പ്രോംപ്റ്റ്സ് us. അതുപോലെ തന്നെ തെറ്റ് കാണിച്ചു തരും. ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് പാപമാണ്, ഇത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, ഇങ്ങനെ സംസാരിച്ചത് തെറ്റായി പോയി, ഇങ്ങനെ ആലോചിച്ചത് തെറ്റാണ്, അങ്ങനെ ആലോചിക്കരുത്. അപ്പൊ തെറ്റ് ഒഴിവാക്കി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കും, ശക്തി നൽകും. He empowers us. സോ അതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. എന്നാൽ ഇവിടെ വചനം എന്താണ് പറയുന്നത്? If anyone does not have the spirit of Christ, he does not belong to him at all. He does not belong to Christ at all.
ഈ പരിശുദ്ധാത്മാവ്, ഈ ക്രിസ്തുവിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ അവൻ ക്രിസ്തുവിലുള്ളവൻ അല്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, വചനം പറയുന്നത്. ആക്ച്വലി അപ്പോസ്തലനായ പൗലോസ് അല്ല പറയുന്നത്, ആക്ച്വലി ദൈവം അപ്പോസ്തലനായ പൗലോസിൽ കൂടി സംസാരിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനമാണ്. ഇപ്പൊ പരിശുദ്ധാത്മാവില്ലെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവ് ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ, he is a nominal Christian. ഈ നോമിനൽ ക്രിസ്ത്യൻ ഈ ലോകത്തിലുള്ളവരെ പോലെയാണ് അവർ ജീവിക്കുന്നത്. ചിലപ്പോ പേര് മാത്രം ക്രിസ്ത്യൻ പേരായിരിക്കും, ചിലപ്പോ ക്രിസ്ത്യൻ പള്ളികളിൽ അവർ പോകുമായിരിക്കും. ബട്ട് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, അവരുടെ ചിന്തകൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഇന്നർ ക്യാരക്ടർ, അവരുടെ സ്വഭാവം എല്ലാം നോക്കിയാൽ ജാതികളെ പോകും. Because they don't have the Spirit of Christ, and the Spirit of Christ has not imparted the new nature, the new lifestyle. അപ്പൊ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പുതിയ ഒരു ജീവനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. If a man not even received the Spirit of Christ into him, he is not a born again person. He is not a Christian at all. മനസ്സിലായോ? അതാണ് അപ്പോസ്തലൻ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഒരു മനുഷ്യൻ ഈ ക്രിസ്തുവിന്റെ ആത്മാവിനെ തന്നിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, അവൻ വീണ്ടും ജനിച്ചിട്ടില്ല. അവൻ വീണ്ടും ജനിക്കാത്ത ഒരു ക്രിസ്ത്യാനിയാണ്. എന്നാൽ ഫർദർ he goes further and says that അവൻ ക്രിസ്ത്യാനിയെ അല്ല. ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്തുവിലുള്ളവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിൽ ഇല്ലാത്തവൻ എങ്ങനെയാണ് ക്രിസ്ത്യാനിയാകുന്നത്? See, these are absolute statements. So very, very, very important. Basic things are. Basic things are. So very clear ആയിട്ട് പറയുന്നു, ഒരു മനുഷ്യൻ ഈ ക്രിസ്തുവിന്റെ ആത്മാവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ അവൻ ദൈവരാജ്യത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല, ദൈവരാജ്യത്തിൽ കടക്കാനും പറ്റത്തില്ല, ദൈവരാജ്യത്തെ കാണാനും പറ്റത്തില്ല. This very fundamental thing ആണ്. So പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ വീണ്ടും ജനിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ജീവൻ കൊണ്ട്, പരിശുദ്ധാത്മാവ് തന്നിലുള്ള ജീവൻ കൊണ്ട് ഒരു വ്യക്തിയെ ഉള്ളിന്റെ ഉള്ളിൽ പുതിയതായിട്ട് സൃഷ്ടിക്കും. അതുകൊണ്ടാണ് അവർ നോർമൽ ക്രിസ്ത്യൻസ്, നോർമൽ പീപ്പിൾ പോലെ, ലോകക്കാരെ പോലെ അവർ സംസാരിക്കത്തില്ല, ചിന്തിക്കത്തില്ല. അവരുടെ തോട്ട് പ്രോസസ്, അവരുടെ വാക്കുകൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. So God does not expect a Christian to live his life on this earth without being filled with the Holy Spirit. So അതുകൊണ്ട് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ക്രിസ്ത്യാനിയും പരിശുദ്ധാത്മാവ് ഇല്ലാതെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാതെ ഭൂമിയിൽ തന്റെ ജീവിതം നയിക്കുന്നത് ദൈവം ഒരിക്കലും പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ക്രിസ്ത്യാനി എന്നുള്ള ഒരു പേരുണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനി തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം, ദൈവത്തിന്റെ ആത്മാവിൽ നിറയണം, ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇന്ന് എത്ര ക്രിസ്ത്യാനികളാണ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? So it is not merely enough to be forgiven. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു. നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങളെല്ലാം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞപ്പോൾ അതെല്ലാം ദൈവം ക്ഷമിച്ചിട്ടുണ്ട്, തന്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അത് മതിയോ? It is not merely enough to be forgiven. You have to open
you are being to be filled with the Holy Spirit, God's Holy Spirit. So ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു, അതുകൊണ്ട് സമാധാനപ്പെടരുത്. ഡോണ്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് വളരെ ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ യു ആർ നോട്ട് ബിലോങ് ടു ക്രൈസ്റ്റ് ആൻഡ് യു ആർ നോട്ട് എ ക്രിസ്ത്യൻ അട്ടോ. സോ നമ്മള് റോമർ 8:10 വരും. 10-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു എന്ന്. അപ്പോൾ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു എന്ന്. If Christ lives in you, though your body is dead because of sin, your spirit is alive because of righteousness. So your body is dead because of sin. പാപം നിമിത്തം നിങ്ങളുടെ ശരീരം മരിച്ചു. തീർച്ചയായിട്ടും അത് മരിക്കും. Yes. So the body that we have can never be improved. ഇപ്പൊ നമ്മുടെ ശരീരമുണ്ടല്ലോ, ഈ ശരീരത്തിന്റെ ഈ കറപ്ഷൻ ഉണ്ടല്ലോ, അതിനെ മാറ്റിയെടുക്കാൻ പറ്റൂ. This body is corrupt because we lived in sin for so many years. So നമുക്കുള്ള ശരീരം ഒരിക്കലും നന്നാക്കാൻ കഴിയില്ല. കാരണം ഈ ശരീരം ദുഷിച്ചതാണ്. കാരണം നമ്മൾ വർഷങ്ങളായി പാപം ചെയ്യുന്നു. സോ വർഷങ്ങളായി പാപത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. So it is corrupted. So this body cannot be improved. So otherwise the Father God would have done something to improve this body. So before our conversion, or even after our conversion, we used our body to commit sin. So നമ്മുടെ മാനസാന്തരത്തിന് മുൻപ്, നമ്മുടെ യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ശരീരം കൊണ്ട് പാപം ചെയ്തു, നമ്മുടെ ശരീരം പാപം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മാനസാന്തരത്തിന് ശേഷം, യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വന്നതിന് ശേഷം, പാപങ്ങൾ ഏറ്റു പറഞ്ഞതിനു ശേഷം, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷവും നമ്മൾ ഈ ശരീരത്തെ പാപം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സോ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, the body is dead because of sin. ദൈവവചനം പറയുന്നത് ശരീരം പാപം നിമിത്തം മരിക്കേണ്ടി വന്നു, ശരീരം പാപം നിമിത്തം മരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം the wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അത് നമ്മൾ ഓർക്കുക. സോ ശരീരം കൊണ്ട് പാപം ചെയ്തു, അതുകൊണ്ട് ശരീരത്തിൽ മരണം വാഴുന്നു. ആ ശരീരം ഒരു ദിവസം മരിക്കും. ഒരു നല്ല ഒരു ഉദാഹരണം, പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറയുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 3:17 വചനത്തിൽ the Lord told Adam, എന്താണ് പറഞ്ഞത്? On the day he disobeys his commandment, he would die. അപ്പൊ ആദാമിനോട്
ദൈവം എന്താണ് പറഞ്ഞത്? നന്മ തിന്മ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. For when you eat from it, you will certainly die എന്ന്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, when we disobey God's commandments, we die. So any commandment for that. നമ്മൾ ദൈവത്തിന്റെ ഏതൊരു കൽപ്പനയോടും അനുസരണക്കേട് കാണിച്ചാൽ തീർച്ചയായിട്ടും മരിക്കും. ആദാമിന് സംഭവിച്ചത് തന്നെ എനിക്കും സംഭവിക്കും. ആദാമിന്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായ വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങൾ നിങ്ങളിലും ഉണ്ടാകും. സോ ഏതു അനുസരണക്കേട് നിമിത്തം ആദാമിന്റെ ജീവിതത്തിൽ മരണം വന്നോ, the same punishment of death will come when we disobey any commandment of God. We die. അത് ഷുവറാണ്. അന്നും വാസ്തവമാണ്, ഇന്നും വാസ്തവം. സോ അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സോ നമ്മുടെ ഓരോ ദിവസത്തിന്റെ ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതത്തിൽ whenever we disobey the commandments of God, we die. So whenever we obey the commandments of God, we live. If you follow the commandments of God, you experience life. If you go against the word of God, you will experience death. അതാണ് സൃഷ്ടിയുടെ നിയമം എന്ന് പറയും. So if Adam ate of the tree of the knowledge of good and evil, then it was a disobedience to God's commandment. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ആദം തിന്നു. അതെന്താണ് കാണിക്കുന്നത്? അത് ദൈവകൽപ്പനയോടുള്ള അനുസരണക്കേടല്ലേ. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? Death takes over him immediately as soon as he disobeyed. The same thing, as soon as we disobey the commandments of God, the death takes over us immediately. ദൈവത്തിന്റെ ഏതെങ്കിലും കൽപ്പനയോട് നാം അനുസരണക്കേട് കാണിച്ചാൽ ഉടൻ തന്നെ മരണം നമ്മെ കീഴടക്കുന്നു. But Christians are not taking this matter very seriously. അവർ വളരെ കാഷ്വൽ ആയിട്ടാണ് ദൈവത്തിന്റെ കൽപ്പനകളെ കാണുന്നത്. വളരെ കാഷ്വൽ ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് മരണം ക്രിസ്ത്യാനി കുടുംബങ്ങളെ വാഴുന്നുണ്ട്, സഭകളെ മരണമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏത് സഭയിലും ഒരു സമാധാനമില്ല. എല്ലാ സഭയിലും വഴക്കാണ്, എല്ലാ സഭയിലും പ്രശ്നങ്ങളാണ്, എല്ലാ സഭയിലും ഗ്രൂപ്പിസംസ് ആണ്. കാരണം എന്താണ്? ഒരു അസമാധാനത്തിന്റെ, മരണത്തിന്റെ, ഒരു അസ്വസ്ഥതയുടെ ഒരു സിറ്റുവേഷൻ. ബിക്കോസ് they are going against the word. ഒരു കുടുംബം ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ആ കുടുംബം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ മരണം ഉണ്ടായിരുന്നു. മരണം എന്ന് പറഞ്ഞപ്പോൾ only not physical death. അപ്പൊ ആദാമിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അത് സൃഷ്ടിച്ചോ, അതെല്ലാം മരണത്തിന്റെ ഫലമാണ്, ആ ഡിസൊബീഡിയൻസിന്റെ ഫലം. Here it says the body is dead because of sin. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് എന്താണ്? സോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതാണ്. Because we abused every part of our body. By using our body, we committed so many sins for years. നമ്മുടെ ഈ ശരീരം കൊണ്ട്
വളരെയധികം പാപം ചെയ്തവർ. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നാം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. See, we abused every part of our body. നമ്മൾ ജനിച്ച സമയം മുതൽ നോക്കിയ. സോ നമ്മുടെ ശരീരത്തിൽ മരണമുണ്ട്, അത് മരിക്കും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, but the spirit in us, we have a spirit that is living in us. So, but the spirit in us, when we were born again, has been made alive. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ, നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കാൻ ആരംഭിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ആത്മാവിൽ ഒരു ജീവനുണ്ടായി, ഈ ആത്മാവിനെ ജീവിപ്പിച്ചു. So that is why the born again experience is very, very important. So എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം? കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മുടെ ഈ മരിച്ചു കിടക്കുന്ന ഈ ആത്മാവിനെ ജീവിപ്പിക്കും. ശരീരത്തിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഓൾറെഡി കറപ്റ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ഡൈ. ബട്ട് ഇപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? ഈ ശരീരത്തിനെക്കാട്ടിലും വിലപ്പെട്ട ഉള്ള ഒരു പ്രഷ്യസ് തിങ് ഈസ് ഇൻസൈഡ് ദ മാൻ. അതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ആ സ്പിരിറ്റിനെ പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്നു, ക്രിസ്തു ജീവിപ്പിക്കുന്നു. So there was a time when our spirit also dead because we were unconverted, no contact with God. നാം മാനസാന്തരപ്പെടാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവവുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. സോ ആ സമയത്ത് നമ്മുടെ ആത്മാവ് മരിച്ചുപോയ അവസ്ഥയിലായിരുന്നു. സോ ആരെല്ലാം മാനസാന്തരപ്പെടാതെ, ആരെല്ലാം ദൈവവുമായുള്ള ഒരു ബന്ധത്തിൽ ജീവിക്കാതെ, ബന്ധത്തിൽ വരാതെ, ആരെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ടോ, അവരുടെ ശരീരം മരിച്ചതാണ്, ബട്ട് അവരുടെ ആത്മാവ് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനം നമ്മളൊന്ന് പെരുക്കെ മനസ്സിലാക്കണേ. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് ബോൺ അഗൈൻ എക്സ്പീരിയൻസ് ഈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്? എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ഇതാണ്. സോ ഇവിടെ പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ആരാണ് ഈ നിങ്ങൾ? ഈ നിങ്ങൾ ക്രിസ്ത്യാനികളാണ്. ബോൺ അഗൈൻ ക്രിസ്ത്യൻസിനെ കുറിച്ചാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. വളരെ സോളിഡ് ആയിട്ട് വിശ്വാസത്തിൽ നിന്ന ക്രിസ്ത്യാനികൾക്ക് എഴുതുന്ന ഒരു ലേഖനമാണ്. ഇപ്പൊ ബോൺ അഗൈൻ ക്രിസ്ത്യൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ. സോ നമ്മുടെ ജീവിതത്തിൽ മരിച്ചു കിടന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എപ്പോഴാണ്? നമ്മൾ അതിക്രമം ചെയ്ത്, പാപങ്ങൾ ചെയ്ത്, ആ പാപത്തിലും അതിക്രമത്തിലും ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം മരിച്ച ഒരു കാലഘട്ടമാണ്. ഇപ്പൊ ശരീരത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ട്, എന്റെ ആത്മാവും മരിച്ചതാണ്. സോ പാപം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുന്നത് ആത്മീക മരണമാണ്.
സോ ശരീരത്തിൽ വസിക്കുന്ന മനുഷ്യൻ ആ ശരീരം കൊണ്ട് പാപം ചെയ്തത് കൊണ്ട് സെക്കൻഡ് ഡെത്ത് ഈസ് ഫിസിക്കൽ ഡെത്ത് ആണ്. ആ ശരീരം മരി. അവസാനമുള്ളതാണ് സെക്കൻഡ് ഡെത്ത്. സെക്കൻഡ് ഡെത്ത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ അത് ഈ സ്പിരിച്വൽ ഡെത്ത് കഴിഞ്ഞ് ഫിസിക്കൽ ഡെത്ത് കഴിഞ്ഞിട്ട് ന്യായവിധി ഉണ്ട്. ന്യായവിധി കഴിഞ്ഞിട്ട് സോ ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തവർക്ക്, പുതിയ സൃഷ്ടികളായിട്ട് മാറാത്തവർക്കും കിട്ടുന്ന ഒരു ഫലമാണ് ദ സെക്കൻഡ് ഡെത്ത് എന്ന് പറയുന്നത്, ദ ലേക്ക് ഓഫ് ഫയർ. സോ ഇവിടെ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ് നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, അവയിൽ നിങ്ങൾ മുമ്പേ എന്ന് പറയുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും ജീവിച്ചുകൊണ്ടിരുന്ന മരിച്ച വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. സോ പുതിയ സൃഷ്ടിയാകാതെ, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കാതെ, ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് വരാതെ ഒരു വ്യക്തിയുടെ ജീവിതശൈലി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വചനം പറയുന്നത്. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും. ദൈവത്തിന്റെ വചനത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ അങ്ങനെയുള്ള മക്കളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. പിന്നെ ആരുടെ ആത്മാവാണ് ഇവിടെ പറയുന്നത്? ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. So if you have the Holy Spirit, then definitely you will obey God. If you have this spirit, the spirit of Antichrist, then definitely you will not obey the commandments of God. You disobey it. കാരണം ഇത് രണ്ടും ഒരു വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്യും. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട്, ദൈവത്തിന് ഇഷ്ടമായതല്ല, ജഡത്തിന് ഇഷ്ടമായത്, മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ, ജാതികളെ പോലെ, അതിക്രമത്തിൽ ജീവിക്കുന്നവരെ പോലെ, പാപത്തിൽ ജീവിക്കുന്നവരെ പോലെ പ്രവർത്തിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ചു സ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. മരിച്ചവനെ ജീവിപ്പിക്കും ക്രിസ്തുവിനോട് കൂടെ. എങ്ങനെയാണ് മരിച്ചവനെ ജീവിപ്പിക്കുന്നത്? സോ വി ഹാവ് എ റിസറക്ഷൻ ദാറ്റ് ഈസ് ഡിഫറെന്റ്. ബട്ട് ദ ഫസ്റ്റ് റിസറക്ഷൻ എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, എങ്ങനെ ഒരു വ്യക്തി പാപം ചെയ്തപ്പോൾ ആത്മാവിൽ മരിച്ചോ പിന്നെയാണ് ശരീരത്തിൽ മരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ, ക്രിസ്തുവിന്റെ ബന്ധത്തിലേക്ക് വരുമ്പോൾ, പാപം ഏറ്റുപറയുമ്പോൾ, പരിശുദ്ധാത്മാവ് വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുമ്പോൾ എവിടെയാണ് ആദ്യം ജീവൻ വരുന്നത്? ആദ്യം ആത്മാവിൽ മരിച്ചത് കൊണ്ട് ആത്മാവിലാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ജീവൻ വരുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ക്രിസ്തു ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ക്രിസ്തുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ആത്മാവ് ജീവിക്കും. അതാണ് ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് എന്ന് പറയും. റീബർത്ത് എന്ന്, പുതിയ സൃഷ്ടി എന്ന് പറയും. പുതിയ സൃഷ്ടി എന്താണ്? പുതിയ സൃഷ്ടി
സെയിം സ്കിൻ കളറാണ്, സെയിം രൂപമാണ്, സെയിം ഹൈറ്റ് ആണ്, സെയിം ഫിസിക്കൽ എക്സ്റ്റേണൽ ഡിഫക്ട്സ് ആണ്. രൂപത്തിലൊന്നും മാറുന്നില്ല, കളറിലൊന്നും മാറുന്നില്ല. എന്താണ് പുതിയ സൃഷ്ടി? ഇൻസൈഡ് ദ സ്പിരിറ്റ്, ഈ സ്പിരിറ്റ് മരിച്ചു കിടന്ന ആ ഒരു ആത്മാവുണ്ടല്ലോ, അത് ക്രിസ്തുവിന്റെ ജീവനിൽ വീണ്ടും ജനിപ്പിച്ചു, ജീവിപ്പിച്ചു എന്നാണ്. മലയാളത്തിൽ മനസ്സിലായില്ലെങ്കിൽ just we will go through this verse. As for you, you were dead in your transgressions and sins, in which you used to live when you followed the ways of this world and of the ruler of the kingdom of the air, the spirit who is now at work in those who are disobedient. See, the spirit who is now at work in those who are disobedient. ദൈവത്തിന്റെ വചനത്തോട് അനുസരണക്കേട് കാണിക്കുന്നവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് a different spirit ആണ്. All of us lived among them at one time, gratifying and cravings of our flesh and following its desires and thoughts. Like the rest, we were by nature deserving of wrath. But because of his great love for us, God, who is rich in mercy, made us alive with Christ even when we were dead in transgressions. It is by grace you have been saved in. So ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം എന്താണ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. As for you, you were dead in your transgressions and sins, but God, who is rich in mercy, made us alive with Christ even when we were dead in transgressions. So അതുകൊണ്ടാണ്, so now the spirit is alive. അപ്പൊ എന്നിൽ മരിച്ചു കിടന്ന ആ ഒരു ആത്മാവുണ്ടല്ലോ, ഇപ്പോൾ ആ ആത്മാവ്, എന്റെ ഉള്ളിൽ ആത്മാവ് അത് ജീവിക്കുന്ന. And that spirit made righteous by the Holy Spirit. ആ ഒരു ആത്മാവുണ്ടല്ലോ, മരിച്ചു കിടന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന ആത്മാവ് ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായം കൊണ്ട് നീതീകരിക്കപ്പെട്ട് നീതിമാനായിട്ട് മാറും. സോ അതാണ് ഇവിടെ നടക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ. സോ അവർ സ്പിരിറ്റ് ബിക്കമിങ് അലൈവ് is something like putting on electrical switch in a room. സോ ഒരു മുറിയിൽ സ്വിച്ച് ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സോ ലൈറ്റ് കത്തും. സോ അതുപോലെ തന്നെയാണ്, സോ എൻ്റെ ഉള്ളിൽ മരിച്ച് കിടക്കുന്ന ആത്മാവിനെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ജീവൻ കൊണ്ട് തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നു. സോ അനുഭവം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. So you know what an electrical switch can do. Electric switch brings two electric wiring to connect to each other. അതായത് ഒരു ഇലക്ട്രിക് സ്വിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അത് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. സോ രണ്ട് ഇലക്ട്രിക് വയറുകളെ പരസ്പരം അത് ബന്ധിപ്പിക്കുന്ന, അത് പരസ്പരം സ്പർശിക്കുന്ന രീതിയിൽ ചെയ്യുന്നു. അങ്ങനെ ബന്ധിപ്പിക്കുമ്പോൾ സ്പർശിപ്പിക്കുമ്പോഴാണ് സോ ഇലക്ട്രിസിറ്റി പാസ് ആകുന്നത്. ഒരു വ്യത്യാസം, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു വെളിച്ചം വരുന്നു. സോ ഇതാണ് സോ പുതിയ സൃഷ്ടിയുടെ ഒരു അനുഭവം എന്ന്. The moment these two are joined at the switch, immediately the current flows in and the lights burn, the fans roll. അപ്പൊ ആ സ്വിച്ച് ഇടുമ്പോൾ കറന്റ് സപ്ലൈ വരും. ആ കറന്റ് സപ്ലൈ വരുമ്പോഴാണ് സോ ഇൻആക്റ്റീവ് ആയിരിക്കുന്ന ഫാൻ ആക്റ്റീവ് ആകുന്നത്, ഇൻആക്റ്റീവ് ആയിരിക്കുന്ന ഫ്രിഡ്ജ്, ഇൻആക്റ്റീവ് ആയിരിക്കുന്ന മിക്സി, ഏതെങ്കിലും ഇലക്ട്രിക് ഐറ്റംസ് ഉണ്ടോ അതെല്ലാം ആക്റ്റീവ് ആകും. കാരണം ആ സ്വിച്ച് ഈ രണ്ട് വയർസിനെ കണക്ട് ചെയ്യുമ്പോൾ പവർ സപ്ലൈ.
സോ അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മ എന്നെയും ദൈവത്തെയും ബന്ധിപ്പിക്കുമ്പോൾ ഒരു കറന്റ് പാസ്സാകും. സോ അതാണ് മാറ്റങ്ങളും വ്യത്യാസങ്ങളും എൻ്റെ ഉള്ളിൽ. സോ ഞാൻ ഇവിടെ നിർത്താൻ പോകുകയാണ്. ഹലോ, കേക്കാവോ? കേക്കാം അച്ഛാ. യെസ്. എന്തെങ്കിലും സംശയമുണ്ട്? ശരി.